ആ പൊട്ട അവിടെ ഇരുന്നോട്ടെ, അതൊരഴക. താനെന്തിവിടെ? നിന്നൊന്ന് കാണണമെന്ന് തോന്നി വന്നു. കണ്ടില്ലേ, ഇനി പൊക്കോ, ആരെങ്കിലും കാണും. താൻ കിടന്നു, ഞാനിവിടെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നോളാം. അയ്യടാ, ഞാൻ ജനലടയ്ക്കാൻ പോവാ. അയ്യോ അടയ്ക്കല്ലേ പ്ലീസ്. അതെ, നാളെ ടൗണിൽ വെച്ച് എനിക്കൊന്ന് കാണണം, ഒരു കാര്യം പറയാനാ. നീ ഇപ്പൊ പോ പ്ലീസ്. ഞാൻ പോവാ, പക്ഷെ നാളെ കാണാൻ സമ്മതിക്കും. കാണാം. ഉറപ്പല്ലേ? പറ്റിക്കരുത്. ഇല്ല, ഉറപ്പായിട്ടും കാണാം. അപ്പൊ ശരി, നാളെ കാണാം. സുല. ഹലോ, സ്വീറ്റ് ഡ്രീംസ്. എന്നാ പിന്നെ ചെല്ലല്ലേ? ഓക്കെ. ഓ, പൊടിക്കും കൂടി തുമ്പണ്ടായിരുന്നെങ്കിൽ നിവിമ്പോളുടെ ഓല ഇരുന്നെ. എന്നാലും കുഴപ്പമൊന്നുമില്ലട്ടാ. മലരെ നിന്നെ കാണാതിരുന്ന മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ. അല്ല ഭൈ, ആടൊന്നും കൊടുത്തില്ല, ഭയങ്കര കരച്ചിലാണല്ലോ. ആടല്ല, ഓ ഇവനാ കാട്ടുപാസം കൊണ്ടായിരിക്കും. ഇവനീ ആറ്റിനൊന്നും ഇപ്പം മനസ്സിലാവില്ല. മണവാളൻ രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാ? അണിഞ്ഞൊരുങ്ങിയോ? കണ്ടാ പറയില്ലട്ടോ. ചെറിയൊരു മീറ്റിംഗ്, ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ട് പറയാ. ഇപ്പൊ കുറച്ച് ധൃതിയുണ്ട്, സോറിയേ. ഡീറ്റെയിൽസ് പറയാണ്ടാവണേ. നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ വെറുതെ ഞാൻ പോണ്. അയ്യോ, ആവശ്യം വരും, അതാ. അപ്പൊ ഓക്കെ. പാവം, ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. നീ അവനെ ശരിക്കും നോക്കി, അവന്റെ പോക്ക് കണ്ടറിയില്ലേ? പ്രേമത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടുള്ള പോക്കാന്ന്. ഈ ദാഹത്തിന് ഇവൻ കുറേ വെള്ളം കുടിക്കും, ബാക്കിയുള്ള എമ്പളും കൂടി കുടിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു. കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് നിന്നിങ്ങനെ ഒന്ന് കാണാനും മനസ്സുറന്ന് സംസാരിക്കാനും ഒക്കെ. അതെങ്ങനാ? എപ്പോഴും കൂടി ഉണ്ടാവുമല്ലോ വാലുപോലെ രണ്ടെണ്ണം. അവർക്ക് ഞാനെന്ന് പറഞ്ഞ ജീവനാണ്. ഞാനൊരാവശ്യം പറഞ്ഞാലേ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും കൂടെ നിൽക്കും രണ്ടാളും. നീ കഴിക്ക്, നീ വാ തുറന്ന്. സതീശേട്ടാ, വേണ്ട സതീശേട്ടാ. അച്ഛൂ, സതീശേട്ടാ, ഞാൻ പറയുന്നു. ആരാ നിന്നെ തല്ലിയത്? ആരാ എന്താന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്നോടാ ചോദിച്ച ആരാന്ന്? എടാ പറയടാ. നല്ല വീട്ടിലെ പെൺപിള്ളേരുടെ പിന്നാലാണ് ഇതായിരിക്കും ഗതി. ഇത് നിനക്കൊക്കെ ഉള്ളൊരു വാണിങ്ങാ, സതീശിന്റെ വക സാമ്പിള്. ഇനി ഇമാതിരി തോന്നിയതായിട്ടുള്ള പിന്നാലെയാണ് നടന്ന ഒന്ന് കെട്ടി തൂക്കിഞ്ഞ. അതേത് പന്നിയുടെ മോനാണെങ്കിലും. ഇങ്ങോട്ട് പോടാ. എടാ ഇങ്ങോട്ട് വരാൻ. അടിക്കടാ. കോമഡി ഇല്ലാത്ത സീനിൽ വെറുതെ ചിരിക്കല്ലേ. ചവിട്ടി കലക്കണം അവന്റെ സാമ്പിള്.
ഇവൻ അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൾക്ക് ഇവനെ ഇഷ്ടമാണെങ്കിൽ, ആരെതിർത്താലും ശരി, ഇവൻ അവളുടെ കഴുത്തിൽ മിന്നു കെട്ടുകയും ചെയ്യും, അവൾ ഇവന്റെ കൊച്ചുങ്ങളെ പ്രസവിക്കുകയും ചെയ്യും. ഇത് വാണിംഗ് അല്ല, വാക്കാ. എന്റെ ചങ്കിന് ഞാൻ കൊടുക്കണ വാക്ക് കേട്ടോടാ. വാടാ. രണ്ട് തല്ലു കൊണ്ടാലും സാരമില്ല. അവളുടെ മനസ്സിൽ നിന്ന് ഇനി എന്നെ വായിച്ചളയാൻ ആർക്കും പറ്റൂല. എനിക്കത് തോന്നി. മതി മതി. നമ്മൾ ആരാ എന്താണെന്നൊക്കെ എന്നായാലും ഇവരൊക്കെ അറിയും. അതുവരെ ഉള്ളൂ പ്രേമമൊക്കെ. അത് ശരി. എന്നിട്ടാണോ അവളെ കൊണ്ട് എന്നെ കൊച്ചിനെ പ്രസവിപ്പിക്കുന്നൊക്കെ അവിടെ വെച്ച് വെച്ച് കാച്ചിയത്? അതിനെ അപ്പോഴത്തെ ആവേശത്തിന് അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞു വെച്ച് പിടിച്ച് നീ എന്ത് കാര്യമാക്കിയ? ചേട്ടായി ഒന്ന് മാറി. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച്, ആ വിഗ്രഹം അടിച്ചു മാറ്റിയാൽ പിന്നെ ഒരു വേണ്ടാത്ത പരിപാടിക്ക് ഞാൻ പോകൂല. എൻ്റെ രേവതിനെയും കൂട്ടി ആരും അറിയാത്ത ഏതെങ്കിലും നാട്ടിൽ പോയി ഞാൻ സ്വസ്ഥോട് ജീവിക്കും. തൽക്കാലം മോൻ ഇതൊരെണ്ണം അടിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ വേദനയൊക്കെ ഒന്ന് കുറയട്ടെ. അതന്നെ, എന്നിട്ട് ആലോചിക്കുക കെട്ടണോ പ്രസവിപ്പിക്കണോ എന്നൊക്കെ. വെള്ളം ഒഴിച്ചില്ലേ ചതവിന് നല്ല.